എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നിപ്പോൾ കുറച്ച് തിരക്കുള്ള ഒരു റോഡിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. തിരക്കുള്ള റോഡിൽ യൂ ടേൺ ഒക്കെ പല ആളുകളും ചോദിച്ചിരുന്നു. ഞാനിപ്പോൾ ഇതാ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ബാക്കിൽ നിന്ന് വണ്ടി ഇല്ലാന്ന് ഉറപ്പുവരുത്തി പതിയെ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു. സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് എടുക്കുന്നു. പതിയെ പ്രാക്ടിക്കലി ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത്. പതിയെ മൂവ് ചെയ്ത് സെക്കൻഡ് ഗിയർ ആക്കിയിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ടാണ് പോകുന്നത്. ഇത് ഓവർടേക്ക് ചെയ്യുന്ന വണ്ടികളൊക്കെ ഇത് ഈ ഒരു സൈഡിൽ പോയിക്കോളും. ഈ ഒരു റോഡിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് എനിക്ക് യൂ ടേൺ എടുക്കണം. നിങ്ങൾ യൂ ടേൺ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സൈഡിൽ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല യൂ ടേൺ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് 2-3 ടൈക്കെല്ലാം എടുക്കേണ്ടി വരും, ബാക്കിലേക്കും മുമ്പിലേക്കും. ഇപ്പോൾ ഇവിടെ ഞാനിത് യൂ ടേൺ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ഞാൻ ആദ്യം എന്താ ചെയ്തത്, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മാക്സിമം ലെഫ്റ്റ് ചേർത്തു. വണ്ടി നോക്കി നിങ്ങൾ, മാക്സിമം ലെഫ്റ്റ് ചേർത്തു. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇനി ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. ബാക്കിൽ നിന്ന് വണ്ടി ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് റൈറ്റിലേക്ക് തിരിയണം. തിരിയുമ്പോൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചിട്ട് വേണം തിരിയാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് തിരിക്കാൻ നിൽക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സ്പേസിൽ നിന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. നിങ്ങൾ നോക്കുക, ഞാൻ പതിയെ കുറച്ച് മുന്നോട്ടേക്ക് എടുത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മിററിലൂടെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ വണ്ടി നിർത്തേണ്ടത്. ക്രോസിൽ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പുറത്ത് വരുന്ന വണ്ടി കാണൂല. കൃത്യമായിട്ട് മിററിൽ നോക്കണം. നോക്കിക്കൊണ്ട് നിൽക്കുക. പ്രാക്ടിക്കലിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ വണ്ടിയൊന്നും ബാക്കിലില്ല, പക്ഷേ ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. പതിയെ നോക്കുക. ഇപ്പോൾ ബാക്ക് ഓക്കെ ആയിട്ടുണ്ട്, പക്ഷേ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ബാക്ക് ഓക്കെ ആണ്, പക്ഷെ ഒരു സ്കൂട്ടർ ഉണ്ട്. അതും കൂടി ഒന്ന് പോയി കഴിഞ്ഞാൽ ബാക്ക് ഏകദേശം ഓക്കെയാണ്. പ്രാക്ടിക്കലി നോക്കി വണ്ടിയൊന്നുമില്ല. ആ സൈഡിൽ നിന്നൊരു വണ്ടി ഉണ്ട്, പക്ഷേ അത് കുറേ ദൂരെയാണ്. നമുക്ക് അതിൻ്റെ സ്പീഡ് മനസ്സിലാവും. പതിയാണ് വരുന്നത്. ഞാനിങ്ങനെ തിരിച്ച് പിടിച്ചിട്ടുണ്ട് സ്റ്റിയറിങ്. തിരിഞ്ഞ ഉടനെ എന്ത് ചെയ്യുക, സ്റ്റിയറിങ് സ്റ്റഡിയാക്കാം. വളരെ കൂളായിട്ട് ഞാനിപ്പോൾ എടുത്തു. ഇത് നല്ല തിരക്കുള്ള റോഡാണ്, പക്ഷേ ചെറിയൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്ഷമ വേണം ഇങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ക്ഷമയില്ലാതെ നിങ്ങൾ പെട്ടെന്ന് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അബദ്ധം വരും. ഞാനിപ്പോൾ പറഞ്ഞ പ്രൊസീജിയർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നിരിക്കുന്നത്. മാക്സിമം ലെഫ്റ്റ് ചേർത്ത് ആദ്യം എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ ടേക്കിന് യൂ ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഞാൻ കുറച്ചൊന്ന് റൈറ്റ് ചേർത്തിട്ട് പോകുന്നു, കാരണം ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുകൊണ്ടാണ്. കണ്ടില്ലേ? ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.